ആരെ തോമു അത്? തോമുവാണത്. ചൂരെടുക്കണം അമ്മ. കൈ പോയാ അതിന്റെ ഇടയില്? കൈ അതിന്റെ ഇടയില് പോയാ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു. ഞങ്ങൾ ബെറ്ററായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പതിപോലെ രാവിലെ ഞാൻ എഴുന്നേറ്റു. ഇന്ന് എന്താ പറയുക, എനിക്ക് ഉറപ്പായിരുന്നു ആരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വഴിയില്ല, എല്ലാവരുടെയും വയറ് അപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ മടുപ്പായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങി വന്നത്. എന്തായാലും കാപ്പി ഇട്ട് വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഡോൺ ചേട്ടനോട് ചോദിച്ചു. ഇത് പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള പിസ്സ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് പുറത്ത് വെച്ചാണ് കേട്ടോ. ഇത് പാൽ തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴാണ് ഡോൺ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് വന്ന് നോക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി അവിടെ കിടക്കുകയാണ്. ചാക്കോച്ചനും ഡാഡി കിടക്കുന്ന കണ്ടിട്ട് സങ്കടം. അപ്പം ഡാഡീനെ ചുറ്റിപ്പറ്റി ആ റൂമിൽ തന്നെ നിൽക്കുകയായിരുന്നു ചാക്കോച്ചനൊരു സമയം വരെ. അപ്പം ഡാഡി ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കുമ്പോൾ അവനവിടെ ഉണ്ട്, എന്നാലും അവനവിടെ നിന്ന് മാറാൻ ഒട്ടും റെഡി അല്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഡോൺ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഡോൺ ചേട്ടന് ബ്രെഡ് ബട്ടർ ഇട്ടൊന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഒരു ബ്രെഡ് ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഡിമ്പിളിനോട് ചോദിച്ചപ്പോൾ ഡിമ്പിളിനും വേണ്ട, മമ്മിക്കും വേണ്ട, ഡാഡിക്കും തന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ പടപടാന്ന് എല്ലാവരും ഒരുക്കി. അപ്പോൾ തോമുൻ എന്തായാലും അപ്പയുടെ കൂടെ പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഡാഡിയും പാച്ചുവും മുന്നേ പോയി, ഡോൺ ചേട്ടനും തോമും പോവാണ്. അപ്പോൾ തോമിനെ ജസ്റ്റ് ഒന്ന് ഇറക്കണമെങ്കിൽ ഒരാൾ വേണം. തോമു സെറ്റായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഡിമ്പിൾ കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം പറ്റുമെങ്കിൽ വേണമെങ്കിൽ അവിടെ നിൽക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അതേ അപ്പയുടെ കൂടെ പോവാണ് തോമു കുറച്ച് നേരം കരഞ്ഞു എന്ന് പറഞ്ഞു. അസംബ്ലി ടൈമിലാണ് നമ്മൾ ചെന്നത്. അപ്പോൾ അവരുടെ മാം പറഞ്ഞു വേണ്ട നിൽക്കണ്ട പൊക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് സത്യം പറഞ്ഞവൻ ഛർദ്ദിക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു മനസ്സിൽ ഫുള്ള്. അങ്ങനെ അവരിതേ തോമിനും ബുള്ളറ്റിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ബുള്ളറ്റ് അപ്പയും ഓച്ചും തോമും കൂടെ പോവാണ്. ഡാഡി ഡിമ്പിളിനെ കൊണ്ടുപോകാൻ മറന്നു. കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഡാഡി എടുത്തു ചാടി ഓടിപ്പോയിട്ടാണ്. അങ്ങനെ ഡിമ്പിൾ പുറകെ അവരോട് പോവാണ്. പക്ഷെ തിരിച്ചു വന്നപ്പം ഡാഡിയോടെയാണ് ഡിമ്പിൾ വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവൻ പോയിട്ട് എന്ത് ചെയ്യും എന്നുള്ളത്. പിന്നെ ഇന്ന് ഛർദ്ദിച്ച് കളയാനായിട്ടൊന്നുമില്ല. എഴുന്നേറ്റ് പടി ഞാൻ ഇറക്കി വിട്ടു. കാരണം എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കിനാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ എഴുന്നേക്കാൻ താമസിക്കും. അപ്പോൾ 6 മണിക്ക് പാൽ കുടിക്കുന്നതാണ്. പിന്നെ ചോദിക്കില്ല. അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് കയറി. രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആകെ മെസ്സപ്പായിട്ട് കിടക്കുകയാണ് അടുക്കള. സാധനങ്ങൾ ഇന്നലത്തെ പൊട്ടിച്ചിടാണ്ട്. അപ്പോൾ ഇത് പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എണ്ണ എടുക്കും, ഒരാൾ എത്ര കഴിക്കുമെന്ന്. എന്നിട്ട് മമ്മി പറയും എക്സ്ട്രാ ഒരു 3 പൊറോട്ട വാങ്ങിച്ചോ, അടുത്ത ദിവസം ഞാൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. അങ്ങനെയാണ് നമ്മളവിടെ പൊറോട്ട വാങ്ങിക്കുക. ഇത് പക്ഷേ ഇന്നലെ ആരും കഴിക്കാത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കമ്മിങ് ഡേയ്സിൽ മമ്മി കൊത്തു പൊറോട്ട ഉണ്ടാക്കി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചാക്കോച്ചനെ അതിനിടയ്ക്ക് കൊണ്ട് ഉറക്കി. ചാക്കോച്ചൻ നേരത്തെ എഴുന്നേൽക്കുന്നതല്ലേ. അപ്പം വന്നിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം ആദ്യം കഴുകി മാറ്റിയിട്ട് ഉച്ചയ്ക്ക് കഞ്ഞിയും ചമ്മന്തിയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ കഞ്ഞിക്കുള്ളത് വെള്ളം ഞാൻ കുക്കറിൽ വെച്ചു. അപ്പോൾ തീ ആളി കത്തുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂട്ടിയും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 11:30 ആയപ്പം ഞാൻ ഒരുവിധം കഞ്ഞിയും ചമ്മന്തിയൊക്കെ വെച്ച് മാറി കിച്ചണൊക്കെ ഒരുവിധം ഒതുക്കി. അപ്പോഴാണ് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ആ സാധനങ്ങൾ പൊട്ടിക്കാനുള്ളത് പൊട്ടിച്ചിട്ടാലോ എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഓർത്തു സാധാരണ മമ്മിയാണ് ഒക്കെ ഒതുക്കി വെക്കാറ്, പൊട്ടിച്ചിടാറോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ വലിയ ഒതുക്കി ഒളിപ്പിച്ച് അല്ലെങ്കിൽ അടിക്കും ചിട്ടയോടെ വെക്കേണ്ട സാധനങ്ങളൊന്നും അല്ല എന്ന് എനിക്ക് തോന്നി. ഉപ്പ്, പരിപ്പ്, പുട്ടുപൊടി അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഞാനതങ്ങ് പൊട്ടിച്ചിട്ട് ആ പരിപാടി അങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിച്ചത് എല്ലാം പൊട്ടിച്ചിട്ടു. ആ സൈഡ് ക്ലീനാക്കി. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പം ഇടയ്ക്ക് ചാക്കോച്ചനെ ഒന്ന് ഞാൻ നോക്കും. ചാക്കോച്ചൻ ഉറങ്ങുകയാണ്. ചാക്കോച്ചൻ ബാക്ക് ടു റൊട്ടീനിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പാച്ചുവിന് വോമിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഡിമ്പിൾ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആയപ്പോൾ 11:15 ആയപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഹോമിയോ ഡോക്ടറിനെ കാണിച്ചിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ല പുകയായിരുന്നു. അപ്പം തോമും പാച്ചുവിൻ്റെ ഡ്രസ്സിലൊക്കെ ആയി, ഉള്ള എക്സ്ട്രാ കൊടുത്ത ഡ്രസ്സിലുമായി. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ഫസ്റ്റ് സ്കൂൾ ടീഷർട്ടിൽ കയറി വരികയാണ് ആശാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇത് ശരിക്കും യൂണിഫോം ആയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അങ്ങനെ പാച്ചുവിന് തന്നെ കോമഡി ആയിട്ട് തോന്നിയത് ഫസ്റ്റ് സ്കൂൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
പിന്നെ ഓരോരുത്തരായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു തുടങ്ങി. എനിക്കിനിയും തോമ് വരുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ചാക്കോച്ചൻ എഴുന്നേൽക്കുന്നതിന് മുമ്പുമായിട്ട് കഞ്ഞി കുടിച്ച് കഴിയുക. അതുപോലെ തന്നെ ഞാൻ പാച്ചു ഒന്ന് ഡോൺചേട്ടൻ്റെ മുഖത്തോട് ഛർദ്ദിച്ചായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്യാനും ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മുകളിൽ വന്ന് നമ്മുടെ ചാക്കോച്ചന് ടീ വെച്ച് കൊടുത്തിട്ട് തോമുനെ റിസീവ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബെഡെല്ലാം ഒതുക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചാക്കോച്ചൻ ഉറങ്ങല്ലായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ തുണിയൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പാച്ചു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പാച്ചു വന്ന ഉടനെ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഒരു മഴക്കോളുള്ളതുകൊണ്ട് ഡാഡി കാർ എടുത്തുകൊണ്ടാണ് പോയത് തോമുനെ വിളിക്കാനായിട്ട്. അല്ലെങ്കിൽ ഡാഡി കൂടുതലും സ്കൂട്ടർമേലാണ് പോകുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ മഴ വന്നാൽ രക്ഷയില്ല. അപ്പം ഞാൻ തോമൂനെ കാത്ത് നിൽക്കുകയാണ്. ചാക്കോച്ചൻ മുകളിൽ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്ത് എനിക്ക് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് മാമിനോട് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു തോമു കുഴപ്പമില്ല. തോമിന് സത്യം നമ്മൾ കൊണ്ടുവിടുന്ന ഗ്യാപ്പിലുണ്ടാകുന്നൊരു പ്രശ്നമാണ്, ഇന്ന് വൊമിറ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആശ്വാസമായത്. അതുവരെ ഏതൊരു അമ്മമാർക്കുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ഛർദ്ദിക്കുന്ന പോലെയല്ല ഒരിടത്ത് പോയിട്ട് അത്രയും പിള്ളേരിയ്ക്കുമ്പോൾ അവനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ അപ്പാപ്പനും മോനും എത്തിയിട്ടുണ്ട്. തോമു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. പക്ഷേ വെറൈറ്റി ആയിട്ട് വന്ന ഉടനെ ചോദിച്ചത് ആ ഡിമ്പിൾ എവിടെ എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റാറൊക്കെ വാങ്ങിച്ചിട്ടാണ് ആശാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജാടയൊക്കെ ഉണ്ടെങ്കിലും വന്ന് ഇറങ്ങി എന്നോട് ചോദിച്ചു എവിടെ ഡിമ്പിൾ. ഞാൻ ചോദിച്ചാൽ ഡിമ്പിൾ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് പോയി. ഞാൻ പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ, സാരില്ല പോട്ടെ. പക്ഷേ അവനത് പോരാ, ഡിമ്പിളിനെ കണ്ടേ പറ്റുള്ളൂ. അപ്പം ഡിമ്പിളിനും സത്യം പറഞ്ഞാൽ ഇന്നൊരു 10:30 കഴിഞ്ഞപ്പോൾ തൊട്ട് ഡിമ്പിളും പതുക്കെ സൈഡായി തുടങ്ങി. ഛർദിലും അതുപോലെ തന്നെ ലൂസ് മോഷനും ഒക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ അമ്മയും മോനും ഓൾറെഡി ഉറങ്ങാൻ കിടന്നായിരുന്നു. അപ്പം പാച്ചു ആക്ച്വലി അമ്മ വാഷ്റൂമിൽ പോയ ഗ്യാപ്പിൽ എഴുന്നേറ്റ് പുറത്ത് വന്നതാണ് കേട്ടോ കുറച്ച് മുമ്പ്. അപ്പോൾ തോമുൻ വരുന്നുണ്ട്, ചേട്ടൻ മിടുക്കനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാഗ് സ്നാക്സൊക്കെ കഴിച്ച് ഗുഡ് ബോയ് ആയിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. അങ്ങനെ അപ്പോൾ വന്നുകൊണ്ട് സ്റ്റാറൊക്കെ കാണിക്കുകയാണ്. എന്താ പറയുക, ഡിമ്പിളിനെയാണ് ചോദിക്കുന്നത്. ആ ഡിമ്പിൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഡിമ്പിൾ ഉറങ്ങുകയാണ്. അവൻ അപ്പോഴും ഡിമ്പിളിനെ കാണണം. സംഭവം അവനെ ആക്കിയിട്ട് പോയ പരിഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ നമ്മൾ അന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സസ്സാണ് കേട്ടോ. ഇത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡിമ്പിളും പാച്ചും നല്ല ഉറക്കമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ വന്ന് അവളോട് ദേഷ്യപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അവൻ്റെ സ്നാക്ക് ബോക്സൊക്കെ തുറന്ന് കഴുകി വെച്ചിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിത് ഉച്ച സമയം വൈകുന്നേരം ആകുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങി വരും, അതുപോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ ഒക്കെ കഴുകി കമത്തി വെച്ചു. റൂമിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഷൂ ഒക്കെ ഊരി ഷൂ റാക്കിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ AC റൂം ആയതുകൊണ്ട് തന്നെ വലിയ വിയർപ്പും കളിയും കാര്യമൊന്നുമില്ല. അപ്പോൾ ചാക്കോച്ചൻ ഞാൻ മാച്ച് ഇട്ട് താഴെ കിടത്തി. ചാക്കോച്ചന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ മാച്ച് ഇട്ട് താഴെ കിടത്തിയപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവരുടെ ഇന്നത്തെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് വന്നു. അപ്പോൾ ഇന്ന് ആയിരുന്നു, മറ്റേ മേക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തകർത്തിക്കിരുന്ന് ചെയ്തിട്ടുണ്ട്, കളറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് തോമുന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കളറിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് ബോൾ പാസിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചപ്പം ആൾ സെറ്റിൽഡായി, ആദ്യത്തെ പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പം തന്നെ നമുക്കൊരു ആശ്വാസമാണല്ലോ. ഇത് അവരയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിതൊക്കെ കാണാൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞത് കൊണ്ട് ഞാനിത് ഇടുന്നതാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്കും അറിയാം കൊച്ചെന്താണ് അവിടെ ചെയ്യുന്നത്, ഓക്കെ ആണോ, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ. ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഒട്ടുമിക്ക സ്കൂൾസിലും ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനിമേ ഞാൻ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽസ് പറയുമോ എങ്ങനെയാണെന്നുള്ളതൊന്നും പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെയൊക്കെ. പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ്, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബോൾ പാസിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് കുറച്ച് ഒത്തിരി ഇൻസൈഡിലേക്കായി പോയില്ലേ. പിന്നെ എന്താ പറയുക, കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്താണ് പറ്റിയതെന്നൊക്കെ. എന്തോ വെള്ളത്തിൻ്റെയോ എന്തോ ഒരു ഫുഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെ ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടെ ഉറക്കാമെന്ന് വിചാരിച്ചു. തോമ അവിടെ കിടപ്പുണ്ട്, പാലൊക്കെ കുടിച്ചിട്ട് കിടപ്പുണ്ട്. ഒരു 6 മണിയൊക്കെ ആയപ്പം ഞാൻ എന്ത് ചെയ്തു,
തുണിയൊക്കെ ഒരു ലോഡ് മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചു. ഇത് ഇന്ന് അലക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടൻ അലക്കിയിട്ട എല്ലാ ഡ്രസ്സുകളും ഞാൻ ഡോൺ ചേട്ടൻ്റെ കബോർഡിൽ ഒതുക്കി വെച്ചു. എൻ്റെ ഞാൻ ഓർത്തു നാളെ ഒതുക്കാം, കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ചാക്കോച്ചൻ ആ ശബ്ദം വെച്ച് എഴുന്നേക്കാൻ നോക്കുന്നു. എല്ലാം മടക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് കബോർഡ് കയറ്റുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ തോമുനൊരാഗ്രഹം അമ്മയുടെ വീഡിയോസ് ടി വിയിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മണറാടായിരുന്നപ്പോൾ അത് സ്ഥിരം ഒരു ജോലിയായിരുന്നു മമ്മിയുടെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ അവൻ എൻ്റെ വീഡിയോസ് കാണുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ പറയുള്ളൂ, അതങ്ങ് സാധിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ അവൻ്റെ കുഞ്ഞിലത്തെ നമ്മൾ റീൽസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, അത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ചിരി സഹിച്ചുകൂടെ അത് കണ്ടിട്ട്. അപ്പോൾ ചാക്കോച്ചനും അതിരുന്ന് കാണുന്നുണ്ട്. അവൻ്റെ തോമുൻ്റെ ഒരു തോട്ടിൽ അത് ചാക്കോച്ചനാണ്, അവനല്ല ആക്ച്വലി അത്. അപ്പോൾ അവനിരുന്ന് ആസ്വദിച്ച് കാണുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവനൊരു ഇരുത്തം വന്നിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ സംസാരിക്കുക, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുക, അങ്ങനെയൊക്കെയാണ്. ഏജ് മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ബബിൾസിലെ കാര്യമൊക്കെ ചോദിക്കും കേട്ടോ, അമ്പാടി ഉണ്ടോ തീർച്ചയുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നാലും എന്തെന്ന് പറഞ്ഞാലും അവൻ്റെ ഒരു 4 months അവൻ്റെ ജീവൻ അവിടെ തന്നെയായിരുന്നു. സ്റ്റിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം അവിടുത്തെ ചേച്ചിയായാലും വിളിച്ച് അന്വേഷിക്കാറൊക്കെ ഉണ്ട്. തോമ അങ്ങനെയുണ്ട്. പിന്നെ അവർക്കും ഈ പറഞ്ഞ പോലെ വീഡിയോസ് കാണുമ്പോൾ എന്നും കാണുന്ന പോലെ തന്നെയാണെങ്കിലും പക്ഷെ അവനൊരു 10 to 4 അവൻ്റെ ഒരു ഭൂരിഭാഗം സമയം സത്യം പറഞ്ഞാൽ അവരോടെയാണ് ഒരു 4 മാസമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് എൻ്റെ കൂടെ, പിന്നെ ഉറക്കം ഒക്കെ ആയിട്ട് അവൻ്റെ ഒരു ദിവസം പോവായിരുന്നു. എന്താ പറയുക, അവൻ്റെ ഒരു ഫസ്റ്റ് മാറി നിൽക്കൽ അവിടെ തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ തോമു ഓരോന്നും കണ്ടിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും ഇവർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്തെ അവൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഡാഡി അവന് രാത്രി ഇരുന്ന് ന്യൂസ് കാണും. അപ്പോൾ അവനത് 24 ന്യൂസ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് അവനത് കണ്ടുകൊണ്ടിരുന്ന കണ്ടപ്പം എനിക്ക് പലതും ഭയങ്കര ഓർമ്മ വന്നു. ഒറ്റയ്ക്കിരുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ അവൻ എന്താവും, അവനെ ഹോസ്പിറ്റലിൽ എന്തായി എന്നൊക്കെ അറിയാനുള്ള ഒരു ഇത് ഒക്കെ ആയിട്ട് നിന്നൊരു സമയമാണ്. മേ ബി ഇത് എന്താ പറയുക, ഡിംപിള് ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങളാണിത്. അതുകൊണ്ടായിരിക്കാം കൂടുതലും അങ്ങനെ ഒരു തോട്ട് മനസ്സിലേക്ക് കയറി വരുന്നത്. കണ്ടോ നമ്മുടെ കുഞ്ഞിത്തോമിനെ കണ്ടോ നിങ്ങൾ? ഒരുപാട് മിസ് ചെയ്തു സത്യം പറഞ്ഞാൽ. ഇത് കണ്ടപ്പോൾ അവൻ്റെ ആ ഒരു സ്റ്റേജ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ അത്രയ്ക്കും വലിയൊരു സ്ട്രഗിൾസിൽ കൂടെ പോകേണ്ട തന്നെ തോമിന് സത്യം പറഞ്ഞാൽ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈവൻ എനിക്ക് പോലും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് താഴെ ഇറങ്ങി വന്നു. അപ്പോൾ അവർ കഞ്ഞി കുടിച്ചതിൻ്റെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാവർക്കും വയ്യ, എല്ലാവരും സൈഡാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് അത് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പിള്ളേർക്ക് ഉപ്പി തിളപ്പിച്ച് വെച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോമും ഗ്യാങ്ങും കൂടെ അവിടെ നിന്ന് TV കാണുന്നുണ്ടോ. തോമുനിപ്പം ഞാൻ ജാക്സണിലിടെ പാട്ട് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഉച്ചയ്ക്കത്തെ കഞ്ഞി കുറച്ചും കൂടെ ഉള്ളു. അപ്പം കുറച്ചും കൂടെ കഞ്ഞി വെച്ചേക്കാം മമ്മി പറഞ്ഞപ്പോൾ ഞാനത് കഞ്ഞിയൊക്കെ വയ്ക്കാനായിട്ട് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നെയും ഗ്രൂപ്പിലേക്ക് അവർക്കിന്ന് പുറത്ത് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മേരി മാം ഗ്രൂപ്പിലിട്ടത്. അപ്പോൾ തോമുന് ഭയങ്കര സന്തോഷമായി കാണും. മേ ബി ഇനിയിപ്പം അവിടെ പോയാൽ ഈ ഒരു ഏരിയയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വാശി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും അവൻ ഹാപ്പിയാണെന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു സിറ്റുവേഷൻ അതായതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവൻ ഹാപ്പിയായല്ലോ, അത് മതി. ഈ പറഞ്ഞ പോലെ കൊണ്ടാക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ, അത് മാറിക്കോളുമായിരിക്കും. ഗ്രാജുവലി ഇപ്പോൾ നമ്മൾ ബബിൾസിലും അങ്ങനെയായിരുന്നു. കൊണ്ടുപോയി വിട്ട് പിന്നെ അവന് അതെന്തോ അമ്മ വീട്ടിൽ പോണ പോലെയാണ്, അവിടെ പോവുക കളിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോമന് ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷേ ഈ സംഭവമൊന്നും അവനോട് പറഞ്ഞില്ലായിരുന്നു. A4 ആപ്പിൾ പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്നോടൊന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അവനും ചിരി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ വന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം തോമു ഓൾറെഡി ഒരു 8 മണിയായപ്പോൾ ഉറങ്ങി. ഞാൻ ഉച്ചയ്ക്ക് അവനെ ഉറക്കിയില്ലല്ലോ. അപ്പോൾ അവനൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഉറങ്ങി. അപ്പോൾ നാളെ കൃത്യം ഒരു 8 ഒക്കെ ആകുമ്പം എഴുന്നേക്കും. അപ്പോൾ ആൾ TV കണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ചാക്കോച്ചൻ എന്നെ കണ്ടിട്ടില്ലായിരുന്നു. കണ്ട വഴിക്ക് എന്നോട് ഒട്ടാൻ വരികയാണ് കേട്ടോ. അപ്പോൾ അച്ചുവൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങി. ഡിംപിളിന് വയ്യാത്തതുകൊണ്ട് ഡിംപിൾ സ്റ്റിൽ ഉറങ്ങുകയാണ് കേട്ടോ. ഡിംപിളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചു. ഇത് നമ്മുടെ രാത്രി കഞ്ഞിയിൽ ഉള്ള മുളക് പൊട്ടിച്ചതിനുള്ളതാണ് കേട്ടോ. ആദ്യം ഞാൻ സവോളയും മുളക് പുളിയിട്ട് വഴറ്റും. എന്നിട്ട് അത് അരച്ചിട്ട് ഒന്നും കൂടെ ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ എരിവ് നല്ല പോലെ വേണമെന്ന് ഡാഡി പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ കുത്തിപ്പൊടി ഞാൻ ഇട്ടിട്ട് ഇത് ഒന്നും കൂടെ വരട്ടിയെടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഭയങ്കര ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ ഒരു 8:30 8:45 എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റായി.
ഞാനോർത്ത് അപ്പോഴോർത്ത വീഡിയോ എടുത്തില്ലല്ലോ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ വേഗം വന്നിട്ട് വീഡിയോ എടുത്താണ്. ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആകാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണത് പാച്ചുവിന് തോമു ഉറങ്ങുന്ന കണ്ടുകൂടാ. അപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അവൻ്റെ മുകളിലേക്ക് ചാടുക ചവിട്ടുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ 1 2 3 പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ റോൺ ചേട്ടൻ എടാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട അവൻ്റെ കാട്ടായങ്ങൾ കണ്ട. അപ്പോൾ ഡിംപിൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ വരാൻ റെഡിയല്ല കേട്ടോ. ഞങ്ങൾ വേഗം ഇറങ്ങി പോയിട്ട് വന്നു കേട്ടോ. പള്ളിയിൽ പോയിട്ട് ഞാൻ അപ്പോഴത്തേനും ഓടിപ്പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ചാക്കോച്ചനെയും കുളിച്ച് ഫ്രഷാക്കി. അപ്പോൾ നമ്മുടെ നടത്തറ പള്ളിയുടെ കുരിശുംതൊട്ടിയാണ് കേട്ടോ. അപ്പോൾ 16-ാം തീയതി ഊട്ടുതിരുനാളാണ് പള്ളിയിൽ, പറ്റിയാൽ പോകണം. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ആവശ്യങ്ങളും പുണ്യാളനോട് പറഞ്ഞിട്ടുണ്ട് നടത്തി തരണേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇനി ചെന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനൊക്കെ. തോമു ഓൾറെഡി ഉറങ്ങി. ചാക്കോച്ചൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. വന്ന് വേഗം കഞ്ഞി കുടിച്ച് കിടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് കിടക്കാൻ പറ്റില്ല, എനിക്ക് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം, അപ്ലോഡ് ചെയ്യാനിടണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ കിലുകിൽ പമ്പരം വെച്ച് ചാക്കോച്ചനെ ഉറക്കി തോമുവിനെ ഞാൻ എടുത്തിവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബെറ്ററായി വരുന്നുണ്ട്. ചോദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വേഗം വരാം. അപ്പോൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാം.